ഉത്തര തിരുവിതാംകൂറിലുള്ള ഭക്തന്മാരായ രണ്ട് നമ്പൂതിരിമാർ സാക്ഷാൽ ആദിപരാശക്തിയായ ജഗദീശ്വരിയുടെ മൂലസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു. അവരുടെ സന്തത സഹചാരിയായിരുന്നു ഒരു ഭഗവതി വിഗ്രഹം. ദീർഘകാലത്തെ ഭജനയ്ക്കു ശേഷം നിങ്ങളുടെ കൈവശമുള്ള ദേവീരൂപത്തിൽ എന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും എന്ന് അവർക്കു മൂകാംബിക ദേവിയുടെ അരുളപ്പാട് ഉണ്ടായി. അവർ ക്ഷേത്ര ദർശനവും തീർത്ഥാടനവുമായി സഞ്ചരിച്ചു. കാലം കടന്നുപോയി. പ്രായാധിക്യം കാരണം അവർക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര പറ്റാതെ വന്നപ്പോൾ മൂകാംബിക ഭഗവതി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി. പ്രതിഷ്ഠയ്ക്കു പറ്റിയ സ്ഥലം മലയാപ്പുഴയാണെന്നും അവിടെ എത്തി തന്നെ ദർശിക്കുന്ന ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു നൽകാമെന്നും ദുഃഖനിവൃത്തി വരുത്താമെന്നും അനുഗ്രഹിച്ചു. തുടർന്ന് അവർ മലയാലപ്പുഴയിൽ എത്തി ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തി. എന്നാൽ മലയാലപ്പുഴയിൽ എത്തിച്ചേർന്ന സമയം രാത്രി ആയതിനാൽ മൂകാംബിക ദേവി കാളി ഭാവത്തിലേക്ക് മാറിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതി പ്രതിഷ്ഠ നടന്നത് എന്നാണ് ഐതിഹ്യം. കാളി പ്രധാനമാണെങ്കിലും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ മൂന്ന് ചൈതന്യങ്ങളുടെ ഐക്യരൂപമാണ് മലയാലപ്പുഴ അമ്മ എന്നാണ് വിശ്വാസം.